ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. ഇന്ത്യയുടെ സമ്പന്നമായ സംസ്കാരവും ചരിത്രവും വികസിത ഇന്ത്യ കെട്ടിപ്പടുക്കാനുള്ള ശ്രമങ്ങളും മൻ കി ബാത് തുടർന്നും ചർച്ച ചെയ്യുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തദ്ദേശീയ ഉൽപ്പന്നങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ മികച്ച ഉദാഹരണമാണ് കേരളത്തിലെ അട്ടപ്പാടിയിലെ ഗോത്ര വനിതകൾ നിർമ്മിക്കുന്ന കാർത്തുമ്പി കുടകളെന്ന് പ്രധാനമന്ത്രി. ജനറൽ ഉപേന്ദ്ര ദ്വിവേദി പുതിയ കരസേനാ മേധാവിയായി ചുമതലയേറ്റു. രാജ്യത്ത് 3 പുതിയ ക്രിമിനൽ നിയമങ്ങൾ നാളെ പ്രാബല്യത്തിൽ വരും. കേരളത്തിൽ 4 വർഷ ബിരുദ കോഴ്സിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ സമാരംഭം കുറിക്കും. രവീന്ദ്ര ജഡേജ അന്താരാഷ്ട്ര T20 ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചു. ഇന്ത്യയ്ക്കെതിരായ വനിതാ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഫോളോ ഓൺ വഴങ്ങി ദക്ഷിണാഫ്രിക്ക. വാർത്തകൾ വിശദമായി. ഭരണഘടനയിലും രാജ്യത്തിന്റെ ജനാധിപത്യ വ്യവസ്ഥിതിയിലും അചഞ്ചലമായ വിശ്വാസം ആവർത്തിച്ചതിന് ജനങ്ങൾക്ക് നന്ദി പറഞ്ഞ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ലോകത്തിലെ ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത 65 കോടി പേരെയും തിരഞ്ഞെടുപ്പ് കമ്മീഷനെയും അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചവരെയും പ്രതിമാസ റേഡിയോ പരിപാടിയായ മൻ കി ബാത്തിലൂടെ അദ്ദേഹം അഭിനന്ദിച്ചു. പൊതു തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ആദ്യ മൻ കി ബാത്താണ് ഇന്ന് പ്രക്ഷേപണം ചെയ്തത്. ഇത്തവണത്തെ ലോക പരിസ്ഥിതി ദിനത്തിൽ ആരംഭിച്ച ഏക് പേഡ് മാ കെ നാം പദ്ധതിയുടെ പുരോഗതിയിൽ സന്തോഷമുണ്ടെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി അമ്മമാരോടുള്ള ആദരസൂചകമായി വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കുന്ന യജ്ഞം ഭൂമിയെ അമ്മയെപ്പോലെ പരിപാലിക്കാൻ പ്രേരിപ്പിക്കുന്നതാണെന്ന് അഭിപ്രായപ്പെട്ടു. ഭാരതീയ പൈതൃകത്തിന്റെയും സംസ്കാരത്തിന്റെയും വിപുലീകരണം ലോകമെമ്പാടും നടക്കുന്നത് അഭിമാനകരമെന്ന് ശ്രീ നരേന്ദ്രമോദി പറഞ്ഞു. കുവൈറ്റ് ദേശീയ റേഡിയോയിൽ ആരംഭിച്ച ഹിന്ദി പരിപാടിയെക്കുറിച്ചും തുർക്ക്മെനിസ്ഥാനിൽ അനാച്ഛാദനം ചെയ്ത രവീന്ദ്രനാഥ ടാഗോറിന്റെ പ്രതിമയെക്കുറിച്ചും അദ്ദേഹം പരാമർശിച്ചു. പുരാതന ഭാരതീയ വിജ്ഞാനത്തിന്റെയും ശാസ്ത്രത്തിന്റെയും പുരോഗതിയിൽ സംസ്കൃതത്തിന് വലിയ പങ്കുണ്ടെന്ന് വ്യക്തമാക്കിയ പ്രധാനമന്ത്രി ആകാശവാണി സംസ്കൃത വാർത്തകൾ പ്രക്ഷേപണം ചെയ്തതിന്റെ 50ാം വാർഷിക ദിനത്തിൽ ആകാശവാണി കുടുംബത്തെ അഭിനന്ദിച്ചു. 10ാമത് യോഗ ദിനം ലോകം മുഴുവൻ ഏറെ ആവേശത്തോടെ ആഘോഷിച്ചതായി പ്രധാനമന്ത്രി പറഞ്ഞു. പ്രാദേശിക ഉൽപ്പന്നങ്ങളെ പ്രോത്സാഹിപ്പിക്കേണ്ടതിന്റെ പ്രാധാന്യം ഇത്തവണയും ശ്രീ മോദി മൻ കി ബാത്തിൽ ആവർത്തിച്ചു. അത്തരം ഉൽപ്പന്നങ്ങൾ #മൈ പ്രോഡക്ട്സ് മൈ പ്രൈഡ് എന്ന ഹാഷ്ടാഗിലൂടെ സമൂഹ മാധ്യമങ്ങളിൽ പങ്കിടാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു. കേരളത്തിലെ അട്ടപ്പാടിയിൽ ഗോത്രവിഭാഗം തയ്യാറാക്കുന്ന കാർത്തുമ്പി കുടകളെക്കുറിച്ചും മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി പരാമർശിച്ചു. സ്ത്രീകളുടെ നേതൃത്വത്തിൽ അട്ടപ്പാടിയിലെ ഗോത്ര സമൂഹം സംരംഭകത്വത്തിന്റെ മികച്ച മാതൃകയാണ് അവതരിപ്പിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു. തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കുക മാത്രമല്ല, പാരമ്പര്യവും സംസ്കാരവും ലോകത്തെ പരിചയപ്പെടുത്തുക കൂടിയാണ് ഇവരെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി. मैं जिस छाते की बात कर रहा हूं वो है कार्थुम्बी छाते और इन्हें तैयार किया जाता है केरला के अट्टापड़ी में। और खासियत ये कि इन छातों को केरला की हमारी आदिवासी बहनें तैयार करती हैं। महिलाओं के नेतृत्व में अट्टापड़ी के आदिवासी समुदाय ने एंटरप्रेन्योरशिप की अद्भुत मिसाल पेश की है। इनका मकसद सिर्फ अपने छाते और अन्य उत्पाद बेचना ही नहीं, बल्कि ये अपनी परंपरा, अपनी संस्कृति से भी दुनिया को परिचित करा रहे हैं. ആന്ധ്രാപ്രദേശിലെ അരക് കാപ്പി, ജമ്മുകശ്മീരിലെ സ്നോ പീസ് തുടങ്ങിയ പ്രാദേശിക ഉൽപ്പന്നങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളും അദ്ദേഹം മൻ കി ബാത്തിലൂടെ പങ്കുവച്ചു. അടുത്ത മാസം ആരംഭിക്കുന്ന പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ കായിക താരങ്ങൾക്ക് പ്രധാനമന്ത്രി മൻ കി ബാത്തിലൂടെ ആശംസകൾ നേർന്നു. ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ ടീമുമായി ഉടൻ നേരിട്ട് സംവദിക്കുമെന്ന് അദ്ദേഹം അറിയിച്ചു. മൻ കി ബാത്തിലൂടെ വീണ്ടും ജനങ്ങളുമായി സംവദിക്കാൻ സാധിച്ചതിൽ പ്രധാനമന്ത്രി ആഹ്ലാദം പ്രകടിപ്പിച്ചു. ഇന്ത്യയുടെ സമ്പന്നമായ സംസ്കാരത്തെക്കുറിച്ചും ചരിത്രത്തെക്കുറിച്ചും വികസിത ഇന്ത്യ കെട്ടിപ്പടുക്കാനുള്ള ശ്രമങ്ങളെക്കുറിച്ചും തുടർന്നും മൻ കി ബാത്ത് ചർച്ച ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു. മൻ കി ബാത്തിന്റെ 111ാം പതിപ്പാണ് ഇന്ന് പ്രക്ഷേപണം ചെയ്തത്. ഇന്ത്യൻ കരസേനാ മേധാവിയായി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി ചുമതലയേറ്റു. ജനറൽ മനോജ് പാണ്ഡെയുടെ 26 മാസത്തെ കാലാവധി പൂർത്തിയാകുന്ന സാഹചര്യത്തിലാണ് പുതിയ മേധാവി ചുമതലയേറ്റത്. 1984 ഡിസംബർ 15-നാണ് ജനറൽ ഉപേന്ദ്ര ദ്വിവേദി കരസേനയുടെ ഭാഗമായത്. 40 വർഷത്തെ സേവന കാലയളവിൽ കരസേനയുടെ വിവിധ വിഭാഗങ്ങളിൽ അദ്ദേഹം മികവുറ്റ സേവനം കാഴ്ചവെച്ചു. പരംവിശിഷ്ട സേവാ മെഡൽ, അതിവിശിഷ്ട സേവാ മെഡൽ ഉൾപ്പെടെ നിരവധി ബഹുമതികൾ ജനറൽ ഉപേന്ദ്ര ദ്വിവേദിക്ക് ലഭിച്ചിട്ടുണ്ട്. മുൻ ഉപരാഷ്ട്രപതി എം വെങ്കയ്യ നായിഡുവിന്റെ ജീവിതത്തെയും യാത്രകളെയും ആസ്പദമാക്കി തയ്യാറാക്കിയ 3 പുസ്തകങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പ്രകാശനം ചെയ്തു. ശ്രീ വെങ്കയ്യ നായിഡു നാളെ 75ാം ജന്മദിനം ആഘോഷിക്കുന്ന വേളയിലാണ്
പുസ്തകങ്ങൾ പ്രകാശനം ചെയ്തത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @ARnews_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. കേരളത്തിൽ 4 വർഷ ബിരുദ കോഴ്സിന് വിജ്ഞാനോത്സവത്തോടെ നാളെ തുടക്കമാകും. 4 വർഷ ബിരുദത്തിന്റെ സമാരംഭവും സംസ്ഥാനതല വിജ്ഞാനോത്സവവും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. തിരുവനന്തപുരം ഗവൺമെന്റ് വിമൻസ് കോളേജിൽ ഉച്ചയ്ക്ക് നടക്കുന്ന ചടങ്ങിൽ മന്ത്രി ആർ ബിന്ദു അധ്യക്ഷയാകും. പ്രതികൂല സാഹചര്യങ്ങളിൽ പ്രവർത്തനം തടസ്സപ്പെടാതിരിക്കാൻ തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ബാക്കപ്പ് എയർപോർട്ട് ഓപ്പറേഷൻ കൺട്രോൾ സെന്റർ സ്ഥാപിച്ചു. നിലവിൽ വിമാനത്താവളത്തിലെ ആഭ്യന്തര ടെർമിനലിന് സമീപം പ്രവർത്തിക്കുന്ന AOCCയ്ക്ക് പുറമെയാണ് എയർസൈഡിലെ ഫയർ റെസ്ക്യൂ കെട്ടിടത്തിനുള്ളിൽ പുതിയ ബാക്കപ്പ് AOCC സജ്ജീകരിച്ചത്. രാജ്യത്ത് 3 പുതിയ ക്രിമിനൽ നിയമങ്ങൾ നാളെ പ്രാബല്യത്തിൽ വരും. IPCക്ക് പകരമായി ഭാരതീയ ന്യായ സംഹിതയും CRPCക്ക് പകരമായി ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയും ഇന്ത്യൻ തെളിവ് നിയമത്തിന് പകരമായി ഭാരതീയ സാക്ഷ്യ അധിനിയമവുമാണ് നിലവിൽ വരുന്നത്. പുതിയ ക്രിമിനൽ നിയമങ്ങൾ പൌരന്മാരെ ശാക്തീകരിക്കുന്നതിനുള്ള സുപ്രധാന ചുവടുവയ്പായാണ് വിലയിരുത്തപ്പെടുന്നത്. ഒരു റിപ്പോർട്ട്. കുറ്റകൃത്യങ്ങൾ ഓൺലൈനായി റിപ്പോർട്ട് ചെയ്യൽ, ഏത് പോലീസ് സ്റ്റേഷനിൽ വേണമെങ്കിലും FIR സമർപ്പിക്കൽ, ഇരകൾക്ക് FIRന്റെ പകർപ്പ് സൌജന്യമായി ലഭ്യമാക്കൽ എന്നിവ പുതിയ ക്രിമിനൽ നിയമങ്ങളിലെ പ്രധാന വ്യവസ്ഥകളിൽ ഉൾപ്പെടുന്നു. ഇതുകൂടാതെ അറസ്റ്റ് രേഖപ്പെടുത്തുന്ന സാഹചര്യമുണ്ടായാൽ ഏതൊരാൾക്കും അതേക്കുറിച്ച് അദ്ദേഹത്തിന് താൽപര്യമുള്ള വ്യക്തിയെ അറിയിക്കാനുള്ള അവകാശവും പുതിയ നിയമം നൽകുന്നു. സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ കുറ്റകൃത്യങ്ങളുടെ അന്വേഷണത്തിന് മുൻഗണന നൽകി 2 മാസത്തിനുള്ളിൽ സമയബന്ധിതമായി പൂർത്തിയാക്കണം. ഗുരുതര കുറ്റകൃത്യങ്ങൾ നടക്കുന്ന സ്ഥലങ്ങൾ ഫോറൻസിക് വിദഗ്ധർ സന്ദർശിച്ച് തെളിവുകൾ ശേഖരിക്കേണ്ടത് പുതിയ ക്രിമിനൽ നിയമത്തിൽ നിർബന്ധമാക്കിയിട്ടുണ്ട്. നിയമ നടപടികൾ ത്വരിതപ്പെടുത്തുന്നതിനായി ഇലക്ട്രോണിക് രൂപത്തിൽ സമൻസ് നൽകുന്നതും പുതിയ നിയമം അനുശാസിക്കുന്നു. ഏവർക്കും പ്രാപ്യമായതും പിന്തുണ നൽകുന്നതും കാര്യക്ഷമവുമായ നീതിന്യായ വ്യവസ്ഥ സൃഷ്ടിക്കാൻ ലക്ഷ്യമിട്ടുള്ള ഈ നിയമങ്ങൾ കഴിഞ്ഞ വർഷത്തെ ശീതകാല സമ്മേളനത്തിലാണ് പാർലമെന്റ് പാസാക്കിയത്. ന്യൂസ് ഡെസ്ക് ആകാശവാണി. 3 പുതിയ ക്രിമിനൽ നിയമങ്ങളെ ആസ്പദമാക്കി ക്രിമിനൽ നീതി നിർവഹണ സംവിധാനത്തിലെ ഇന്ത്യയുടെ പുരോഗമന പാത എന്ന വിഷയത്തിൽ ഇന്ന് മുംബൈയിൽ പ്രത്യേക സെമിനാർ നടന്നു. കോളനി വാഴ്ചക്കാലത്തെ നിയമനിർമ്മാണങ്ങളിൽ ശിക്ഷയ്ക്കാണ് ഊന്നൽ നൽകിയിരുന്നതെങ്കിൽ നാളെ പ്രാബല്യത്തിൽ വരുന്ന പുതിയ ക്രിമിനൽ നിയമങ്ങൾ നീതിക്കാണ് പ്രാധാന്യം നൽകുന്നതെന്ന് ഉദ്ഘാടന സെഷനെ അഭിസംബോധന ചെയ്ത കേന്ദ്ര നിയമനീതി സഹമന്ത്രി അർജുൻ റാം മേഘ്വാൾ പറഞ്ഞു. ഓൾറൌണ്ടർ രവീന്ദ്ര ജഡേജ അന്താരാഷ്ട്ര T20 ക്രിക്കറ്റിൽ നിന്നും വിരമിച്ചു. ടെസ്റ്റിലും ഏകദിനത്തിലും തുടർന്ന് കളിക്കുമെന്നും താരം വ്യക്തമാക്കി. ദക്ഷിണാഫ്രിക്കയെ തോൽപ്പിച്ച് T20 ലോകകപ്പ് കിരീടം സ്വന്തമാക്കിയതിനു പിന്നാലെ വിരമിക്കുന്ന 3ാമത്തെ താരമാണ് ജഡേജ. കഴിഞ്ഞ ദിവസം ക്യാപ്റ്റൻ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും അന്താരാഷ്ട്ര T20 ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചിരുന്നു. വനിതാ ക്രിക്കറ്റിൽ ചരിത്രം കുറിച്ച് ഇന്ത്യയുടെ സ്നേഹ് റാണ. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ടെസ്റ്റ് മത്സരത്തിൽ ഒരു ഇന്നിംഗ്സിൽ 8 വിക്കറ്റാണ് സ്നേഹ് റാണ വീഴ്ത്തിയത്. വനിതാ ടെസ്റ്റ് ക്രിക്കറ്റിൽ ഈ നേട്ടം കൈവരിക്കുന്ന 3ാമത്തെ ബൌളറാണ് താരം. ആദ്യ ഇന്നിംഗ്സിൽ 266 റൺസിന് ദക്ഷിണാഫ്രിക്കയുടെ എല്ലാവരും പുറത്തായി. ഇന്ത്യ ആദ്യ ഇന്നിംഗ്സിൽ 6-ന് 603 റൺസ് എടുത്തിരുന്നു. ഫോളോ ഓൺ വഴങ്ങിയ ദക്ഷിണാഫ്രിക്ക 3ാം ദിവസമായ ഇന്ന് കളി നിർത്തുമ്പോൾ 2 വിക്കറ്റിന് 232 റൺസ് എന്ന നിലയിൽ 105 റൺസിന് പിന്നിലാണ്. യൂറോ കപ്പ് ഫുട്ബോൾ പ്രീ ക്വാർട്ടറിൽ ഇന്ന് രാത്രി 9:30-ന് ഫ്രാൻസ് ബെൽജിയത്തെ നേരിടും. രാത്രി 12:30-നാണ് പോർച്ചുഗൽ സ്ലൊവേനിയ പോരാട്ടം. കോപ്പ അമേരിക്ക ഫുട്ബോളിൽ ഇന്ന് രാവിലെ അർജന്റീന 2-0-ന് പെറുവിനെ തോൽപ്പിച്ചു. പരിക്കിനെ തുടർന്ന് നായകൻ ലയണൽ മെസ്സി കളിച്ചില്ല. ലൌതാരോ മാർട്ടിനാസാണ് അർജന്റീനയുടെ 2 ഗോളും നേടിയത്. രാവിലെ നടന്ന മറ്റൊരു മത്സരത്തിൽ കാനഡയും ചിലിയും ഗോൾരഹിത സമനിലയിൽ പിരിഞ്ഞു. ദേശീയ അന്തർ സംസ്ഥാന സീനിയർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ വനിതകളുടെ 100 മീറ്റർ ഹർഡിൽസിൽ ഇന്ത്യയുടെ ജ്യോതി യർരാജി സ്വർണം നേടി. 13 മിനിറ്റ് 6 സെക്കൻഡിലാണ് ജ്യോതി ദൂരം പിന്നിട്ടത്. പുരുഷന്മാരുടെ 110 മീറ്റർ ഹർഡിൽസിൽ 13 മിനിറ്റ് 54 സെക്കൻഡിൽ പിന്നിട്ട് തേജസ് സിർസയും സ്വർണം നേടി. ഇരുവർക്കും പാരീസ് ഒളിമ്പിക്സ് യോഗ്യത ലഭിച്ചേക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യയുടെ സമ്പന്നമായ സംസ്കാരവും ചരിത്രവും വികസിത ഇന്ത്യ കെട്ടിപ്പടുക്കാനുള്ള ശ്രമങ്ങളും മൻ കി ബാത് തുടർന്നും ചർച്ച ചെയ്യുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തദ്ദേശീയ ഉൽപ്പന്നങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ മികച്ച ഉദാഹരണമാണ് കേരളത്തിലെ അട്ടപ്പാടിയിലെ ഗോത്ര വനിതകൾ നിർമ്മിക്കുന്ന കാർത്തുമ്പി കുടകളെന്ന് പ്രധാനമന്ത്രി. ജനറൽ ഉപേന്ദ്ര ദ്വിവേദി പുതിയ കരസേനാ മേധാവിയായി ചുമതലയേറ്റു. രാജ്യത്ത് 3 പുതിയ ക്രിമിനൽ നിയമങ്ങൾ നാളെ പ്രാബല്യത്തിൽ വരും. കേരളത്തിൽ 4 വർഷ ബിരുദ കോഴ്സിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ സമാരംഭം കുറിക്കും. രവീന്ദ്ര ജഡേജ അന്താരാഷ്ട്ര T20 ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചു. ഇന്ത്യയ്ക്കെതിരായ വനിതാ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഫോളോ ഓൺ വഴങ്ങി ദക്ഷിണാഫ്രിക്ക.
വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.